ഇസ്മി ബഷീർ. ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വെള്ളക്കാന്താരിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടുകളിൽ കിച്ചൺ ഗാർഡനിൽ വെള്ളക്കാന്താരി വളർത്തുന്നത് നല്ലതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ കാന്താരി എന്ന് പറയുന്നത് നമ്മൾ ചില ആളൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. അതായത് കാന്താരി മുളക് പോലത്തെ സാധനം. അതായത് കാന്താരി ചെറുതാണെങ്കിലും അതിന് എരിവ് അല്ലെങ്കിൽ കാരം കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതാണ് ഈ നാടൻ കാന്താരി. നാടൻ കാന്താരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും വേണ്ട കാന്താരി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം പ്രഷർ ഷുഗർ കൊണ്ട് ധാരാളം ആൾക്കാരെ ബുദ്ധിമുട്ടുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന ഈ സമയത്ത് അതായത് ഈ കാന്താരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ഡീഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത് വളർത്താൻ വളരെ എളുപ്പമാണ്. അത്യാവശ്യം കുറച്ചൊക്കെ വളം വീടുകളിലുള്ള കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. എപ്പോഴെങ്കിലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം, അതായത് ഹോൾ സീസണിൽ കാന്താരി ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ വിത്ത്. ഈ വിത്ത് കുറച്ച് ഉണക്കിയതിന് ശേഷം മണ്ണിൽ പാകിയിട്ടാൽ മാത്രം മതിയാവും. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഇഷ്ടം പോലെ കിളിർത്ത് വരും. അത് സെപ്പറേറ്റ് ആയിട്ട് നട്ട് കൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ കാന്താരി വളർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്